ഹായ്, ഞാൻ മോളമ്മയാണ് ഷുഗർ ബാറിൽ നിന്നും. ഇന്നേ കപ്പയുമെല്ലും അഥവാ കപ്പ ബിരിയാണി എന്ന് ഞങ്ങളിവിടെ പറയും. ഞങ്ങൾ വാകത്താനംകാർക്ക് കപ്പയെ വിട്ടിട്ട് ഒരാഘോഷവും ഇല്ല കേട്ടോ. ഞങ്ങളുടെ ഏത് ഫംഗ്ഷന് ചെന്നാലും കപ്പ കൂട്ടി എന്തേലും ഒരു സംഭവം കാണും. ഇന്നപ്പോൾ നമ്മൾ എല്ലും കപ്പയാണ് ഉണ്ടാക്കുന്നത്. 2 കിലോ കപ്പ കഴുകി വൃത്തിയാക്കി കൊത്തി വെച്ചിട്ടുണ്ട്. 1 കിലോ എല്ലാണ് കഴുകി വെച്ചിരിക്കുന്നത്. വെള്ളം വാർന്ന് വെച്ചിരിക്കുന്നതാണ്. ആ ബീഫിനെ, അതായത് എല്ലിനെ നമ്മൾ കുക്കറിലേക്ക് മുഴുവനായിട്ട് ആഡ് ചെയ്യാം. ഇനിയും ഈ ബീഫിന്, അതായത് എല്ലിനെ വേവിക്കാനായിട്ട് കുറച്ച് സാധനങ്ങളോടെ വേണം. കുറച്ച് ഇഞ്ചി വേണം. ആ ഇഞ്ചിയെ കൊത്തി അരിഞ്ഞ് വെച്ചതാണ്. ഒരു വലിയ കഷ്ണം ഇഞ്ചിയായിരുന്നേ. ആ വലിയ കഷ്ണം ഇഞ്ചി കൊത്തി അരിഞ്ഞത് ആഡ് ചെയ്യാം. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് 4 വലിയ സവാളയാണ്. ആ 4 വലിയ സവാളയെ നൈസായിട്ട് നീളത്തിൽ അരിഞ്ഞതാണ്. അതും കൂടെ ആഡ് ചെയ്യാം. പിന്നെ നമുക്ക് അതിലേക്ക് ആവശ്യമായിട്ടുള്ളത് കുറച്ച് കറിവേപ്പിലയാണ്. കറിവേപ്പില ഉള്ളതനുസരിച്ച് ഇട്ടോണേ. കറിവേപ്പില ഇടുന്നത് കൊണ്ട് കൂടിപ്പോയെന്ന് പറഞ്ഞാൽ ഒരു കുഴപ്പവുമില്ല. ടേസ്റ്റ് കൂടുകയും ചെയ്യും. ആരോഗ്യത്തിന് വേറെ കുഴപ്പമൊന്നും വരില്ല. അതുകൊണ്ട് കറിവേപ്പില ആവശ്യത്തിന് ആഡ് ചെയ്യാം. ഇനിയും കുറച്ച് മസാലപ്പൊടികളാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. കാശ്മീരി ചില്ലി പൗഡറാണ് ഞാനിവിടെ ആഡ് ചെയ്യുന്നത്. 2 ടേബിൾ സ്പൂണാണ് കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്യുന്നത്. ഒരുപാട് ഈ സമയത്ത് എരിവിടണ്ട, കാരണം നമ്മൾ അരപ്പുണ്ടാക്കുമ്പം അതിനകത്ത് കാന്താരി മുളക് ഇടുന്നതാണ്. പിന്നെ ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയാണ് ആഡ് ചെയ്യുന്നത്. പിന്നെ വേണ്ടത് മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടിയും 2 ടേബിൾ സ്പൂണാണ് ആഡ് ചെയ്യേണ്ടത്. ഇതിന് ശേഷം നമുക്ക് മെയിനായിട്ട് ടേസ്റ്റ് കൂടാനായിട്ട് ഇടുന്ന ഒന്നാണ് മീറ്റ് മസാല പൗഡർ. വീട്ടിൽ പൊടിച്ചതോ കടയിൽ നിന്ന് വാങ്ങിയതോ ഏതാണേലും കുഴപ്പമില്ല. 4 ടേബിൾ സ്പൂണാണ് ഇവിടെ ആഡ് ചെയ്യുന്നത്. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൈവച്ച് നന്നായി തിരുമ്മി യോജിപ്പിക്കാവുന്നതാണ്. വേവാൻ ആവശ്യത്തിന് 1 കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് കുക്കർ അടച്ച് 4 വിസിൽ വരെ വെച്ചു. ഇനിയും കപ്പയും ആ സമയത്ത് വേവിക്കാനായി വെക്കണം. അതുപോലെ തന്നെ ഇതിലേക്ക് നമുക്കൊരു അരപ്പ് വേണം. അതിനായിട്ട് ഒരു വലിയ തേങ്ങ മുഴുവനായി ചിരണ്ടിയെടുത്തതാണ്. 1 നുള്ള് മഞ്ഞൾപ്പൊടി, 5 6 ചുമന്നുള്ളി, 6 7 വെളുത്തുള്ളിയുടെ അല്ലികളെടുക്കാം. 8 കാന്താരി മുളകും എടുത്ത് ഇതിനെ മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ഗ്രൈൻഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. ചതച്ചെടുക്കുന്ന പരുവത്തിലെടുത്താൽ മതിയേ, ഓവറായിട്ട് അരഞ്ഞു പോവണ്ട. ഇതിന് ശേഷം നമ്മുടെ കുക്കറിലിട്ടിരിക്കുന്ന എല്ല് നന്നായി വെന്തിട്ടുണ്ട്. ആ എല്ല് ഓക്കെ ആണോ എന്ന് നോക്കുക. ഉപ്പോ എന്തെങ്കിലും വേണമെങ്കിൽ ഈ സമയത്ത് ആഡ് ചെയ്ത് കൊടുക്കാം. കപ്പ വേവിച്ചപ്പോൾ ഉപ്പിട്ടാണ് ഞാൻ വേവിച്ചത്. അതുകൊണ്ട് ഇനി അതിനകത്ത് ഉപ്പിടണ്ട. ഇനി നമ്മൾ ബീഫിൻ്റെ ബിരിയാണി ഉണ്ടാക്കില്ലേ, ദം ചെയ്യുന്ന പോലെ തന്നെയാണ് ഇതും ചെയ്യുന്നത്. ബീഫിൻ്റെ എല്ല് വെന്തതിന് മുകളിലേക്ക് തേങ്ങയുടെ അരപ്പ് ആഡ് ചെയ്യാം. അതിന് മുകളിലേക്ക് വേവിച്ച് വെച്ച കപ്പയും ആഡ് ചെയ്ത് കുക്കർ അടച്ച് വെച്ച് നന്നായിട്ട് സ്റ്റീം കയറി വരണം. സ്റ്റീം നന്നായിട്ട് മുകളിലേക്ക് വന്നതിന് ശേഷം ഓഫ് ചെയ്ത് മിക്സ് ചെയ്യാവുന്നതാണ്. അതിന് തൊട്ട് മുമ്പായിട്ട് ഞാൻ കടുക് പൊട്ടിച്ചിട്ടിട്ടുണ്ട്. 4 ടേബിൾ സ്പൂൺ എണ്ണയിലേക്ക് ചുമന്നുള്ളിയും കടുകിട്ട് പൊട്ടിച്ചു. അതിനുശേഷം ചുമന്നുള്ളിയും കറിവേപ്പിലയും മൂപ്പിച്ച് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചാണ് മിക്സ് ചെയ്യുന്നത്. നന്നായി മിക്സ് ചെയ്യണേ. ഈ മിക്സിങ്ങിനും ഇതിന് സ്ഥാനമുണ്ട്. നന്നായി മിക്സ് ചെയ്യുക. അത്രയേ ഉള്ളൂ. സാധനം റെഡി ആയിട്ടുണ്ട്. പിന്നെയുണ്ടല്ലോ, ഞാനിടുന്ന വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. ഫേസ്ബുക്കിലാണെങ്കിൽ മോളമ്മ മാത്യൂസ് എന്ന എൻ്റെ പേജിനെ ഫോളോ ചെയ്യാനും മറക്കരുതേ. എല്ലാവരോടും ഒന്ന് പറഞ്ഞ് എന്നെ സപ്പോർട്ട് ചെയ്യണേ. അത്രയേ ഉള്ളൂ. ഇപ്പോൾ അടിപൊളിയായിട്ടുള്ള കപ്പ ബിരിയാണി അഥവാ എല്ലും കപ്പ തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കി വീട്ടുകാരൊത്ത് എൻജോയ് ചെയ്യാൻ മറക്കരുത്. ഇനിയും നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണമല്ലോ. പിന്നെയുണ്ടല്ലോ, ഇതിൻ്റെ കൂടെ ഒരു സാലഡും കൂടെ ഉണ്ടെങ്കിൽ അടിപൊളിയാണ് കേട്ടോ. തൈരൊന്നും ഒഴിക്കാത്ത സാധാരണ സാലഡില്ലേ, അതാണ് ഇതിന് നന്നായി മാച്ച് ചെയ്യുന്നത്. ചൂടോടെ തന്നെ കഴിക്കാനും ശ്രമിക്കണം. അത്രയേ ഉള്ളൂ. ഇനിയും നമുക്കൊന്ന് പരീക്ഷിക്കാം. അപ്പോൾ പതിവ് പോലെ കുക്കിയെ വിളിക്കാം. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല ചൂടാണ് കേട്ടോ. ഞങ്ങൾ ഉച്ചയ്ക്കത്തേക്കിന് വേണ്ടി ഉണ്ടാക്കിയതാണേ. അടിപൊളി റിസൾട്ടാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കുക്കിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. എനിക്കും ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ സ്ഥിരമായി ഉണ്ടാക്കുന്ന റെസിപ്പിയാണ്. അത്രയേ ഉള്ളൂ. അപ്പം എൻജോയ്. താങ്ക്